ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ആവേശകരമായ വർഷം തന്നെയായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാം. കാരണം അടുത്ത വർഷം ജൂണിൽ നടക്കാനിരിക്കുന്ന ICC ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബെർത്തിനായിട്ട് ടീമുകൾ തമ്മിൽ ഇഞ്ചോടിച്ച പോരാട്ടം തന്നെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴും ഫൈനലിലെ ടീമുകളുടെ കാര്യത്തിൽ ചിത്രം തെളിഞ്ഞിട്ടില്ലെന്നതാണ് കൗതുകകരമായ വസ്തുത. സൗത്ത് ആഫ്രിക്ക നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ, ഇന്ത്യ 4 ടീമുകളാണ് ഫൈനലിനായി പ്രധാനമായും ഇപ്പോൾ പോരാട്ടം നടക്കുന്നത്. ഈ കലണ്ടർ വർഷത്തിൽ വിവിധ ടീമുകൾക്കായി ബാറ്റിംഗിലും ബൗളിംഗിലും തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള കളിക്കാരെ ഉൾപ്പെടുത്തി ഒരു ടെസ്റ്റ് പ്ലേയിങ് 11 തെരഞ്ഞെടുത്താൽ എങ്ങനെയായിരിക്കും എന്നത് തീർത്തും ഒരു വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ 5 പേരാണ് ഈ കിടിലൻ 11ൽ ഇടം പിടിക്കാൻ പോകുന്നത്. ഓപ്പണർമാരായിട്ട് ഈ വർഷത്തെ മികച്ച ടെസ്റ്റ് 11 വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷനും യുവതാരവുമായ യശസ്വി ജയ്സ്വാളും ഇംഗ്ലണ്ടിന്റെ ബെൻ ഡെക്കറ്റും ചേർന്നായിരിക്കും. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഈ വർഷം വലിയ റൺവേട്ട നടത്തിയവരാണ് ഇരുവരും എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 3 സെഞ്ചുറികളും 7 ഫിഫ്റ്റികളും അടക്കം 1312 റൺസാണ് ഈ വർഷം ജയ്സ്വാൾ നേടിയത്. 2 ഡബിൾ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2024 ടെസ്റ്റിൽ ഏറ്റവും അധികം റണ്ണെടുത്ത രണ്ടാമത്തെയാളും ജയ്സ്വാൾ തന്നെയായിരുന്നു. ഈ വർഷം കൂടുതൽ സിക്സറുകൾ നേടിയതും താരം തന്നെയാണ്. ഇംഗ്ലണ്ടിന്റെ ഡെക്കറ്റ് 1149 റൺസും 2024 നേടിയിരുന്നു. മധ്യനിര ഇംഗ്ലണ്ടിന്റെ റൺമേഷൻ ജോ റൂട്ടാണ് 3-ാം നമ്പറിൽ നിലനിൽക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് സെൻസേഷൻ ഹാരി ബ്രൂക്കും ശ്രീലങ്കയുടെ മെൻഡിസ് 5-ാമനായും ബാറ്റ് ചെയ്യുന്നതാണ്. 6-ാമനായിട്ട് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്റർ ട്രാവിസ് ഹെഡ് ആയിരിക്കും. 2024 റൺവേട്ടിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് റൂട്ട്. 6 സെഞ്ചുറിയും 5 ഫിഫ്റ്റികളും അടക്കം 1556 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. ബ്രൂക്ക് ആവട്ടെ 1107 റൺസായിരുന്നു നേടിയത്. ശേഷം ഏക ട്രിപ്പിൾ അടിച്ചതും താരം തന്നെയായിരുന്നു. മെൻഡിസിനും ഇത് നല്ലൊരു വർഷമായിരുന്നു. 9 കളിയിൽ നിന്നും 74.92 ശരാശരിയിൽ 1049 റൺസ് താരം നേടിയെടുത്തു. കാരണം സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് 607 റൺസായിരുന്നു. മാത്രമല്ല ലോവർ ഓർഡറിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെയധികം വലുതാണ്. ഓൾറൗണ്ടറായി ഈ വർഷത്തെ മികച്ച ടെസ്റ്റ് പ്ലേയിങ് 11ലുള്ളത് പ്രധാനമായും ഇന്ത്യയുടെ വെറ്ററൻ സ്പിന്നർമാരും സൂപ്പർ താരങ്ങളുമായ അശ്വിനും രവീന്ദ്ര ജഡേജയുമാണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത 2 മാച്ച് വിന്നർമാരുമാണ് ഇരു താരങ്ങളും. 1 സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും അടക്കം 508 റൺസാണ് ജഡു പ്രധാനമായും സ്കോർ ചെയ്തത്. ബോളിംഗിലാവട്ടെ 44 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അശ്വിൻ 310 റൺ സ്കോർ ചെയ്യുന്നതിനൊപ്പം 47 വിക്കറ്റുകളും നേടി. ബൗളിംഗ് നിരയിലെ ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയായിരുന്നു ടെസ്റ്റ് 11ന്റെ പേസ് ക്രമത്തിന് പ്രധാനമായി നിന്നത്. ടീമിനെ നയിക്കുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. 62 വിക്കറ്റുകളുമായി ഈ വർഷം കൂടുതൽ വിക്കറ്റ് എടുത്ത ബൗളറും കൂടിയാണ് താരം. ഇംഗ്ലണ്ടിലെ ഗസ് അറ്റ്കിൻസൺ, ന്യൂസിലൻഡിന്റെ മറ്റ് ഹെൻറി എന്നിവരാണ് ടീമിലെ മറ്റ് പേസർമാരായി ഉള്ളത്. അറ്റ്കിൻസൺ 52ഉം ഹെൻറി 42 വിക്കറ്റുകളാണ് ഈ വർഷം പ്രധാനമായും നേടിയത്.